യാതൊരു ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട ധന്യെ ഇന്ന് നിന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആണ്. ഓക്കെ? ഓ, ഞാൻ നിങ്ങളെ പോലെ ഡോക്ടർ എഞ്ചിനീയർ ഒന്നല്ലല്ലോ. നമുക്ക് ജോലിയില്ല, കൂലിയില്ല. തുടങ്ങിയ ആളുടെ നെഗറ്റീവ് വൈബ്. അതെന്താണ് അങ്ങനെ ഒരു ചോക്ക്? ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും മാത്രമേ ജോലിയും കൂലിയും ഉണ്ടാവത്തുള്ളൂ. എന്നാ പിന്നെ നീ ജോലി ശരിയാക്കിത്താ. ആഹാ, എന്നാ എന്റെ ഹോസ്പിറ്റലിൽ തന്നെ നോക്കട്ടെ. അതിന് അവള് മെഡിക്കൽ പ്രൊഫഷൻ ഒന്നും അല്ലല്ലോ. ആ, അത് തന്നെ. നിങ്ങൾക്കറിയോ, മോഡേൺ ഹോസ്പിറ്റൽസിൽ സ്റ്റാഫ് റേഷ്യോ 60-40 ആണ്. അതായത് 60% മെഡിക്കൽ സ്റ്റാഫ്, ബാക്കി 40%. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റർ, അഡ്മിൻ എക്സിക്യൂട്ടീവ്, സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ, ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്, മെഡിക്കൽ റെക്കോർഡ് എക്സിക്യൂട്ടീവ്, OP സെക്രട്ടറി, OP അസിസ്റ്റന്റ്, വാർഡ് സെക്രട്ടറി, PRO, മെഡിക്കൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, HR എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് റിലേഷൻ അസോസിയേറ്റ്, ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ, അഡ്മിൻ ക്ലർക്ക്. ഇനി പറ, നിനക്ക് ഇതിലെ ജോലിയാ വേണ്ടേ? എനിക്ക് എന്തോ ഓക്കെ. ഞാൻ ഡോക്ടറായ ഹോസ്പിറ്റലിൽ എന്റെ ഒപ്പം നിനക്ക് വർക്ക് ചെയ്യാം. എങ്ങനെ? നീ ISSTയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോയിൻ ചെയ്യും. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ്, ISST ആൻഡ് TUV സൂഡിന്റെ സർട്ടിഫിക്കേഷൻ. അല്ല, ഇതിപ്പോ ആർക്കാ പഠിക്കാൻ പറ്റാ? +2 ഡിഗ്രി കഴിഞ്ഞാൽ ആർക്കും ജോയിൻ ചെയ്യാം. അറിയാൻ ലേശം വൈകിപ്പോയി. ഒട്ടും വൈകിട്ടില്ല മോളെ, നീ നാളെ തന്നെ ISSTയിൽ ജോയിൻ ചെയ്യാം. ISST ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ, കുറഞ്ഞ ഫീസും പ്ലേസ്മെന്റ് സപ്പോർട്ടും.